ഇത്ര വലിയ എത്രയോ വലിയ ഒരു ശക്തിയായിരിക്കും അത് എന്നുള്ളത് ഷിബിലി ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് കേന്ദ്ര ഗവൺമെന്റിനെയും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റിനെയും ഒക്കെ തന്നെ ഒരുപോലെ തന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന ശക്തികൾ ആരായിരിക്കുമെന്ന് ആർക്കും തന്നെ ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ അവരുടെയൊക്കെ തന്നെ ഒരു സാമ്പത്തികമായിട്ടുള്ള എക്കണോമിക്കലായിട്ടുള്ള ഒരു സാമ്രാജ്യം കൂടിയാണ് അവിടെ പടുത്തുവെത്തുന്നത്. ആ സാമ്രാജ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഷിബിലിയോട് പറഞ്ഞത്, ഒരു സ്കൂളിൽ ഒരു കലാപം ഉണ്ടാകുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, ഇടപെടുന്നു. രണ്ടാമത്തെ ഒരു ബാങ്ക് മാനേജർ വന്ന് സാധാരണക്കാർക്ക് സാധാരണ പോലെ ലോൺ കൊടുക്കാൻ പോകുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യുന്നു, ഇടപെടുന്നു. ഇപ്പൊ നമ്മുടെ വീഡിയോന്റെ താഴെ തന്നെ ഇന്നലെ വന്നിട്ടുള്ള കമന്റുകളുണ്ട്. എനിക്കറിയാവുന്ന സ്ഥലമാണ്, ഞാൻ അവിടെ താമസിച്ചിരുന്നു, അവിടെ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ നമ്മൾ ഇനിയും മനസ്സിലാക്കാനുണ്ട്. അതായത് 47-ൽ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും ആയെങ്കിൽ പോലും വളരെ പ്രാഗ്മാറ്റിക്കായ പ്രാകൃതമായ എന്ന് പറഞ്ഞാൽ പുച്ഛത്തോടി പറഞ്ഞല്ല, പ്രാകൃതമായ രീതിയിൽ, അതായത് ഒട്ടും ഡെവലപ്ഡ് അല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്നും അവിടെയൊക്കെ ഇതുപോലെയുള്ള ഫ്യൂഡൽ മാടമ്പിമാരുണ്ടെന്നും ആ മാടമ്പിമാരുടെയൊക്കെ കൈകളിൽ പെട്ട് ഞെരിഞ്ഞ പറന്നിട്ടുള്ള സ്ത്രീ ജീവിതങ്ങളുണ്ടെന്നും